Hello, this is Yashad Ali and this is my podcast number 27. CMA എക്സാംസ് തൊട്ടടുത്തെത്തി ആൻഡ് ഇറ്റ്സ് ഓൺ ജൂൺ 11th സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നത് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല, പഠിച്ചത് എന്തൊക്കെയോ അവിടെയും ഇവിടെയും ഓർമ്മ പോലെ, എന്തോ എക്സാമിനോട് എടുക്കുമ്പോൾ എന്തോ ഒരു പേടി, ഭയങ്കര സ്ട്രഗ്ലിങ് ഫീൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള, അതായത് സ്ട്രെസ്സ്, സ്ട്രഗ്ലിങ്, ടെൻഷന്, ഇതൊക്കെ പേടി ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള രീതിയിലാണ് പല ആൾക്കാർ ഇപ്പോൾ മെസ്സേജ് അയക്കുന്നത്. പല ആൾക്കാർ ആ സ്റ്റേജിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ, ലെറ്റ്സ് ഒരു പോഡ്കാസ്റ്റ് എടുക്കാം, സംസാരിക്കാം, ലെറ്റ്സ് ടോക്ക്. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് റിലീഫ് ആവുമല്ലോ. സോ ലെറ്റ്സ് ടോക്ക് എന്നുള്ള രീതിയിൽ ഞാൻ വന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐ നീഡ് ടു ടെൽ എ സ്റ്റോറി. എനിക്കൊരു കഥ പറയാനുണ്ട് നിങ്ങളോട്. ആ കഥ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം. അതായത് ഞാനിപ്പോൾ തുടങ്ങി അത് കംപ്ലീറ്റ്ലി എൻഡ് ആവുന്നവരെ നിങ്ങളത് കേൾക്കണം. ആൻഡ് നടന്ന കഥയാണ്, ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അത് സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഇരുന്ന് കേൾക്കണം. ഓക്കെ. ആൻഡ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫാമിലി. ആ ഫാമിലിയിൽ ഒരു ഫാദർ, ഒരു മദർ, 2 ഡോട്ടേഴ്സ്, 2 പെൺകുട്ടികളാണ്. മൂത്തത് പെൺകുട്ടി, ഇളയത് പെൺകുട്ടി. അവർ തമ്മിൽ ഒരു 3 years ഡിഫറൻസേ ഉണ്ടാവുള്ളൂ അവർ തമ്മിൽ. ഓക്കെ. നല്ല രീതിയിൽ സന്തോഷമായിട്ട് പോകുന്ന ഫാമിലി. അത്ര ഫിനാൻഷ്യലി നല്ല സ്റ്റേബിളായ ഫാമിലി അല്ല, പക്ഷേ ഒരു മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയുന്ന ലെവൽ ഫാമിലി ആയിരുന്നു. ഓക്കെ. ഭയങ്കര ആഗ്രഹങ്ങളോടുകൂടി വളരുന്ന 2 പെൺകുട്ടികൾ. അവർക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യണം, നല്ല സ്വന്തം സ്റ്റേബിളായിട്ട് നിൽക്കണം. അങ്ങനെ ഫിനാൻഷ്യൽ ഇത് അറിയുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അത്രയും വലിയ അംബീഷൻ, അത്രയും വലിയ ഡ്രീമിൽ പഠിച്ച് വരുന്ന 2 കുട്ടികൾ. അങ്ങനെ ഇരിക്കെ ഈ ഫാദറിന് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് പെട്ടെന്ന് വന്ന്. അത് ആളുടെ സം ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ്. പക്ഷേ വലിയൊരു എമൗണ്ട് ഓഫ് ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ല. പക്ഷേ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നിന്ന് അയാൾ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ഒരുപാട് ആൾക്കാരുടെ അടുത്ത് കടം വാങ്ങി, പേഴ്സണൽ കടം വാങ്ങി. അപ്പോൾ ഈ പേഴ്സണലി ഒരുപാട് ആൾക്കാരുടെ അടുത്ത് കടം വാങ്ങുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ. പക്ഷേ ഒരുപാട് ആൾക്കാർ അറ്റ് എ ടൈം എല്ലാവരും കൂടി ചോദിക്കാൻ തുടങ്ങിയപ്പം അത് ഭയങ്കര മാനസികമായിട്ട് ഇയാളെ ബാധിക്കാൻ തുടങ്ങി. ഓക്കെ. അപ്പം വലിയ എമൗണ്ട് കടമില്ല, എന്നൊരു 30 lakhs സംതിങ്, ക്രോഡ്സിലോട്ടൊന്നും പോയിട്ടില്ല. പക്ഷേ ലിമിറ്റ് കടമാണ്. പക്ഷെ എന്നാലും നമുക്ക് ചില നേരത്തെ ചില ആൾക്കാരുടെ വേർഡ്സ് നമ്മളെ ഭയങ്കര പെയിൻഫുൾ ആക്കും. അത് പൈസേനേക്കാളാണ് വേർഡ്സ്. ഭയങ്കര ഹാർഡ് ചെയ്യും, ഭയങ്കര ഹേർട്ട് ചെയ്യും. അപ്പം അങ്ങനെ എല്ലാവരുടെ അടുത്തു നിന്നും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വേർഡ്സ് കേട്ടോണ്ടായിരിക്കാം പെട്ടെന്ന് ആ ഫാദർ സൂസൈഡ് ചെയ്തു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു അത്. സൂസൈഡ് ചെയ്തത് ട്രെയിൻ തട്ടിയാണ് ആൾ സൂസൈഡ് ചെയ്തത്. പക്ഷേ അന്ന് ആ ഇളയ കുട്ടി 8ാം ക്ലാസ്സിലും മൂത്ത കുട്ടി ഐ തിങ്ക് +2 പഠിക്കുന്ന സമയമായിരുന്നു. അല്ല സോറി, ഇളയ കുട്ടി +2 മൂത്ത കുട്ടി ഡിഗ്രി പഠിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന മൊമെൻറ്റിലാണ്, അതായത് എക്സാമൊക്കെ ആവുന്ന ആ സമയം, ഏകദേശം ആ ഒരു മാർച്ച് ഫെബ്രുവരി സമയത്താണ് ഈ സംഭവം സംഭവിക്കുന്നത്. അങ്ങനെ ഈ ഫാദർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഈ ഇളയ കുട്ടിക്ക്, അതായത് +2 പഠിക്കുന്ന കുട്ടിക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഇല്ല അന്ന്, ആൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു തരണം എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലും ആ ഒരു ഫാദറിന് ആ സമയത്ത് നിറവേറ്റാൻ പറ്റിയില്ല. അങ്ങനെ ആളുടെ ഒരു കുറിപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ കുറിപ്പിൽ ആ ഫാദർ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ആ ഒരു ആഗ്രഹം പോലും സാധിച്ചു തരാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ആ ആൾ ട്രെയിൻ തട്ടി അങ്ങനെ സൂസൈഡ് ചെയ്തത്. ആ വീട്ടുകാർക്ക്, എസ്പെഷ്യലി ആ ഇളയ കുട്ടിക്ക് ഭയങ്കര ഒരു ട്രോമയായിരുന്നു അത്. അതായത് തൻ്റെ ഫാദർ അത്രയും സ്നേഹിക്കുന്ന, തൻ്റെ അത്രയും പ്രിയപ്പെട്ട, ഉമ്മയേക്കാളും ആ കുട്ടിക്ക് ഇഷ്ടം ഉപ്പാനെയായിരുന്നു. അത്രയും പ്രിയപ്പെട്ട ഒരാൾ പെട്ടെന്ന് ഒരു കാരണവും ഇല്ലാതെ, അത് കാരണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സീരിയസ് സിറ്റുവേഷൻ അല്ലാത്ത ആൾ പെട്ടെന്ന് ഇങ്ങനെ അതും തനിക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വാങ്ങിത്തരാം ഒക്കെ പറഞ്ഞ് അത്രയും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ ഈ ഒരു ന്യൂസാണ് കേൾക്കുന്നത്. ഭയങ്കര ഒരു സ്ട്രഗ്ലിങ് മൊമെൻ്റ് ആയിരുന്നു ആ കുട്ടിക്ക് ആ സമയം. തൻ്റെ ആഗ്രഹങ്ങളൊക്കെ അവിടെ നിലച്ചു പോവുകയാണോ, തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണോ എന്നുള്ള +2 ഇരിക്കുന്ന ആ കുട്ടി ഭയങ്കരമായിട്ട് ഏങ്ങി കരഞ്ഞ്, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്, അങ്ങനെ അടിത്തറ തന്നെ പോകുന്ന രീതിയിലുള്ള ഒരു മൊമെൻ്റായിരുന്നു അത്. +2 എക്സാംസ് നടക്കുന്ന ഒരു സമയമായിരുന്നു അത്.
തൻ്റെ വീട്ടിലോട്ട് സയൻറ്റിഫിക് കാൽക്കുലേറ്ററായിട്ട് വരാം എന്ന് പറയുന്ന ഫാദർ സയൻറ്റിഫിക് കാൽക്കുലേറ്ററായിട്ടല്ല, മരിച്ച് മയ്യത്തായിട്ടാണ് വന്നത്. ആൻഡ് ഇറ്റ്സ് ടു പെയിൻഫുൾ, ഭയങ്കര പെയിൻഫുൾ ആയിരുന്ന ആൾക്ക്. ആൻഡ് അതുകൊണ്ട് കടങ്ങളും വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ആൾക്കാരല്ലേ, മനുഷ്യന്മാരല്ലേ, മറന്നില്ല. എല്ലാവരും കടങ്ങൾ വേണം എന്ന് തിരിച്ച് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീട്ടിൽ വന്ന് ചോദിക്കാൻ തുടങ്ങി. മദറിനോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു സ്ട്രഗ്ലിങ് മൊമെൻറ്റിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതായത് ആ മരിച്ച ഉടനെയാണ്, ആ ഒരു സമയത്താണ് ഈ കുട്ടിയുടെ എക്സാംസ്. ആ കുട്ടി ഫിസിക്സ് എക്സാം എങ്ങാനായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ എക്സാമിന് പോയി, എക്സാം എഴുതി. പഠിക്കാനൊന്നും മര്യാദക്ക് പറ്റിയിട്ടില്ല, കാരണം ഉപ്പ മരിച്ച് നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു മരണമാകുമ്പം ഇറ്റ്സ് ടു പെയിൻഫുൾ. അങ്ങനെ ആൾ എക്സാം എഴുതി പോന്നു. ദെൻ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പം എല്ലാവരും കരുതിയത് മേ ബി പാസ്സാവില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. കാരണം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. പാസ്സായി. 1192 മാർക്കോട് കൂടി ആ കുട്ടി പാസ്സായി. 1200-ൽ 1192 മാർക്കോട് കൂടി ആ കുട്ടി പാസ്സായി. തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നല്ല മാർക്ക് വാങ്ങിയിട്ട് ഉപ്പാടെ മുന്നിൽ കാണിക്കണം എന്നുള്ളത്. ആ കുട്ടിക്ക് അത് നടന്നില്ല. കാരണം അത്രയും സ്നേഹിക്കുന്നത് ആ കുട്ടി ഉപ്പാനെയായിരുന്നു. നല്ലോണം നല്ല ഇഷ്ടമായിരുന്നു ഉപ്പാനെ. നമ്മൾ പെൺകുട്ടികൾ സാധാരണ ടു മച്ച് അറ്റാച്ച്ഡ് ആയിരിക്കും ഫാദറിനായിട്ട്, ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. സോ അൾട്ടിമേറ്റ്ലി ആ റിസൾട്ട് കാണാൻ ഫാദർ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ആണ് ആ മദർ ഒരു ജോലി കിട്ടി, എന്തോ ഒരു ചെറിയ ജോലി കിട്ടി. ആ ജോലി വെച്ചിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങി. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് തന്നെ വീണ്ടും ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ മൂത്ത കുട്ടിക്ക് വേറെ PGക്ക് അങ്ങനെ അഡ്മിഷൻ കിട്ടി, ആ കുട്ടി പോയി. ഞാൻ ഈ +2 കഴിഞ്ഞ ആൾക്ക് ഇനി അടുത്ത വേ പോകണം. അടുത്ത വേ പോകുമ്പം ഏറ്റവും വലിയ പ്രശ്നം സയൻസ് ആണ്. സയൻസ് കഴിഞ്ഞ ഒരാൾക്ക് അത്ര ഈസി അല്ല ഒരു അഡ്മിഷൻ കിട്ടാൻ. കുട്ടിക്ക് ഡോക്ടർ ആവണം എന്നായിരുന്നു ആഗ്രഹം. വാപ്പാടിയും ആഗ്രഹമായിരുന്നു കുട്ടി ഡോക്ടർ ആവണം, കുട്ടീനെ ഡോക്ടർ ആക്കണം എന്നുള്ളത്. ഭയങ്കര ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവാം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തോടു കൂടി നിൽക്കുകയായിരുന്നു. പക്ഷെ ഡോക്ടർ ആവണമെങ്കിൽ ചിലവ് ഒരുപാടാണെന്ന് ആ കുട്ടി തന്നെ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ കുട്ടി തന്നെ എൻട്രൻസ് എഴുതുന്നത് ഐ തിങ്ക് മെറിറ്റിൽ ആ കുട്ടിക്ക് കിട്ടിയത് നേഴ്സിങ്ങിനായിരുന്നു. നേഴ്സിങ്ങിന് എന്തോ ഒരു കോഴ്സിന് താല്പര്യമില്ലാതെ നേഴ്സിംഗ് കോഴ്സ് എടുക്കുന്നു. താല്പര്യമില്ല എന്ന് പറയുമ്പം ആളുടെ ഒറ്റൊരു എയിം അത്യാവശ്യം ഏൺ ചെയ്യണം. അപ്പോൾ നേഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തൊക്കെ പോയിട്ട് ഏൺ ചെയ്യാം എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ട് നേഴ്സിംഗ് ജോബ് ഇഷ്ടമല്ലെങ്കിലും ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച ഒരാൾ അൾട്ടിമേറ്റ്ലി നേഴ്സാവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നേഴ്സിംഗ് കോളേജിൽ ചേരുന്നു. വേറെ കേരളത്തിൻ്റെ ഔട്ട്സൈഡ് കേരളയായിരുന്നു സീറ്റ് കിട്ടിയ, അവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നു. ഡോക്ടർ ആവാൻ വേണ്ടി പോണം. ഉപ്പാനെ ഒന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെ യാത്ര അയക്കേണ്ട സമയത്ത് ഉപ്പില്ല. ഇമ്മയും പെങ്ങളും മൂത്ത ജ്യേഷ്ഠത്തിയും കരഞ്ഞിട്ടാണ് അവർ യാത്ര അയച്ചത്. അങ്ങനെ നേഴ്സിങ്ങിന് ജോയിൻ ചെയ്യുന്നു. നേഴ്സിങ്ങിൽ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നു, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ് ഇയറിലോട്ട് ആൾ കയറി. സെക്കൻഡ് ഇയറിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നു. ആൻഡ് അങ്ങനെ തേർഡ് ഇയറും കംപ്ലീറ്റ് ചെയ്യുന്നു. ആൻഡ് ആൾ നേഴ്സിംഗ് കംപ്ലീറ്റ്ലി പൂർത്തിയാക്കുന്നു. ആൾ വിദേശത്ത് പോകുന്നു, നല്ലൊരു ജോലി കിട്ടുന്നു. ഫിനാൻഷ്യലി ആ വീടിനെ അത്രയും സ്ട്രോങ് ആക്കുന്നു. തിരിച്ച് ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനോട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. ആ മൂത്ത ജ്യേഷ്ഠത്തിയും ഈ കുട്ടിയും കൂടിയും മാത്രമായിട്ട് ആ വീടിനെ നന്നായിട്ട് പരിപാലിക്കുന്നു. സോ ദി മോറൽ ഓഫ് ദി സ്റ്റോറി ഞാൻ പറഞ്ഞു വന്നത്, ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഇൻസിഡൻസ് ആ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. സ്ട്രഗ്ലിംഗ് ആയിട്ടും അല്ലാത്ത രീതിയിലൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നമുക്കിപ്പം വലിച്ചു നീട്ടി പറയുന്നില്ല. ഞാൻ ഷോർട്ടായിട്ടാണ് പറഞ്ഞത്. ഒരാളുടെ ലൈഫാണ്, റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. അപ്പം അത്രയും ഒരു സ്ട്രഗ്ലിംഗ് മൊമെൻ്റിൽ നിന്ന് വന്ന ഒരാൾ ആ ഒരു മൊമെൻറ്റിൽ അയാൾ എക്സാം എഴുതി, എന്ന പാസ്സായി. തൻ്റെ ആഗ്രഹങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടും അയാൾ മുന്നോട്ട് പോയി. അപ്പം ഇതൊക്കെ കേൾക്കുമ്പം നമ്മൾ ശരിക്കും അതിനേക്കാളൊക്കെ ലക്കിയാണ്. കാരണം നമുക്ക് അത്രയും ഒരു സ്ട്രഗ്ലിങ്, അത്രയും ഒരു മൊമെൻറ്റിലൊന്നും ചിലപ്പോൾ നമ്മൾ നിന്നിട്ടുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ പറയുന്ന 2-3 തവണ ഫെയിലായില്ലേ, വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ആലോചിക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാളും മോശമായ എത്ര ആൾക്കാരുണ്ട് ഇല്ലേ? ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം
ആ കുട്ടിയുടെ എയിം പിന്നെ ഉപ്പാടെ ആഗ്രഹം സാധിപ്പിക്കണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ശരിയാക്കണം. കാരണം ഉമ്മ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് ആ കുട്ടി മനസ്സിലാക്കിയിട്ടായിരുന്നു ആ കുട്ടിയുടെ ജേണി. പിന്നെ സത്യം ആ കുട്ടി പിന്നെ ആകെ ആലോചിച്ചിരുന്നത് ഉമ്മ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് ഇനി മുന്നോട്ട് പോകാൻ, സോ അതുകൊണ്ട് തന്നെ ഉമ്മാൻ ഇനിയും കഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി സ്വമേധയാ നഴ്സിംഗ് ചൂസ് ചെയ്ത് മെറിറ്റിൽ കിട്ടി. അങ്ങനെ അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ വലിയ ഒരു ഇതിലെത്തിയാ ചെയ്തത്. അപ്പം എനിക്ക് നിങ്ങളോട് ആദ്യത്തെ സ്റ്റോറി പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് എ റിയൽ ലൈഫ് സ്റ്റോറി. ഞാൻ കുക്ക്ഡ് അപ്പ് സ്റ്റോറി ഒന്നുമല്ല, ഒരു റിയൽ ലൈഫിൽ നടന്ന ഒരാളുടെ ജീവിതത്തിൽ നടന്നൊരു കാര്യമായിരുന്നു. അപ്പം നമ്മൾ അത്രയും സുഖകരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾക്ക് ഏറ്റവും സ്ട്രഗിളാണ്, നമ്മൾ ഏറ്റവും ബാഡ് മൊമെൻറ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതിനേക്കാളും ബാഡ് മൊമെൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ വിജയിക്കാൻ പറ്റും. പക്ഷേ പല ആൾക്കാരും ആ ജോലി ചെയ്യുന്നില്ല. ആ ജോലി ചെയ്യാതെ നമുക്ക് എങ്ങനെ അതിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുക? ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി കോൺഫിഡൻറ്റ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്കിന്, നിങ്ങൾ ചെയ്ത കാര്യത്തിന് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ആൻഡ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ വിചാരിക്കണം എന്ന കാര്യം മാത്രമാണ് ഇതിലുള്ളത്. അപ്പം ആ കുട്ടി വിചാരിച്ച പോലെ ആ കുട്ടിക്ക് ഒറ്റ ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ ആ കുട്ടി പോയി, ആ കുട്ടിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റി. പക്ഷെ ഡോക്ടർ ആവാൻ കഴിയില്ല എന്നുള്ള, പക്ഷെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് മോശമായതുകൊണ്ട് മാത്രമായിരുന്നു ആ കുട്ടിക്ക് പിന്നെ ലോൺ എടുപ്പിക്കണ്ട, ഉമ്മാനെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള ഒറ്റ റീസൺ കൊണ്ടായിരുന്നു ആ കുട്ടി എന്ത് ചെയ്തില്ല, ഡോക്ടറിന് പോയില്ല. ആഗ്രഹങ്ങൾ അവിടെ വേണ്ടാന്ന് വെച്ച്. അപ്പം നിങ്ങൾക്ക് വേണ്ടി അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പാരൻസ്, അത്രയും ആഗ്രഹങ്ങളുണ്ടോ അവരുടെ മനസ്സിൽ. അപ്പം ആ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കുന്നത് തന്നെയാണ് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ എന്ന നിങ്ങളുടെ ഉത്തരവാദിത്തം. അത് മാത്രം തന്നെയാണ്, വേറെ ഒന്നുമല്ല. അവിടെ ഒരു കുട്ടീനെ ജനിപ്പിച്ച് അതിനെ വലുതാക്കാൻ ആക്ച്വലി നല്ല പണിയുണ്ട്. അത് ഇതിൽ അമ്മമാരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതറിയാം, നല്ല പണിയുണ്ട്, അത്ര ഈസി അല്ല. അപ്പം അത്രയും പ്രതീക്ഷയോടുകൂടിയാണ് തൻ്റെ മകളെ, തൻ്റെ മകനെ ഒരു ഫാദർ അല്ലെങ്കിൽ ഒരു മദർ വളർത്തുന്നത്. അത്രയും പ്രതീക്ഷയുണ്ടാവും. കാരണം എൻ്റെ മകൻ, എൻ്റെ മകൻ, എൻ്റെ മകൾ എന്നുള്ള ആ ഒരു പവർ, അതായത് അതിൽ തന്നെ പറയാം. അപ്പം പുറത്തൊക്കെ എവിടെയെങ്കിലും പോയി പറയുമ്പോൾ എൻ്റെ മകൾ CA ആണ്, എൻ്റെ മകൻ CA ആണ് എന്ന് ആ ഒരു ഇതിൽ പറയുമ്പോൾ, നിങ്ങൾ ആ കോൺവൊക്കേഷനിൽ നിങ്ങളെ പാരൻസിനെ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ആ ഗൗണും ആ തൊപ്പിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ. അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷമായിരിക്കും അവർക്ക്. മനസ്സിലായോ? അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കണം ഞാൻ സത്യം പറയാം, പ്യുവർലി ഞാൻ ചെയ്യാനുള്ള, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാനുള്ള ഒറ്റൊരു കാരണം ഇറ്റ്സ് മൈ പാരൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ ക്വാളിഫൈഡ് ആയത്. കാരണം അവരത്രയും ആഗ്രഹിച്ചിരുന്നു, അവരത്രയും സപ്പോർട്ടും തന്നിരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പം എനിക്കും പറയാനുള്ളതാണ്, യു ഷുഡ്, നിങ്ങൾ ക്വാളിഫൈഡ് ആവണം, അതുവരെ വർക്ക് ചെയ്യണം, മാക്സിമം എഫേർട്ട് ഇടണം. അപ്പം ടൂ മച്ച് ഇമോഷണൽ അതാക്കുന്നില്ല എന്നുവെച്ചാൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കറക്റ്റല്ലേ എന്നുള്ള, കറക്റ്റാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. പിന്നെ എക്സാം ടിപ്പ് പറയാനുണ്ടെങ്കിൽ 3 മണിക്കൂർ എക്സാം ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 3 മണിക്കൂർ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പണി പാളും. സോ എക്സാം പെർഫോമൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ 3 മണിക്കൂർ എക്സാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര ഒരു കാര്യം. ആ ഹാൻഡിൽ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ മാർക്ക്. നിങ്ങൾ തീരെ കോൺഫിഡൻ്റ് അല്ലാതെ എക്സാമിന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ 3 മണിക്കൂർ എക്സാം ഒരിക്കലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ അൾട്ടിമേറ്റ്ലി അതൊരു ഫെയിലിയർ ആയിട്ട് മാറും, മാർക്ക് കുറയും. ഇവൻ തോ അറിയുന്ന ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ കഴിയില്ല. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് വരും. അപ്പം ഞാനിപ്പോൾ ഇത് ഭയങ്കര ബെയറായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ പേപ്പറോ പെന്നോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ കുക്ക്ഡപ്പിൽ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ബെയറായിട്ട് എനിക്ക് അങ്ങനെ ഒരുപാട് മെസ്സേജസ് അങ്ങനെ വന്നപ്പോൾ ഡയറക്റ്റ്ലി ഓപ്പൺ ആയിട്ട് നിങ്ങളോട് സംസാരിക്കണം തോന്നി. ഒരു ലൈവ് വെക്കാനൊന്നും പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു സൂമിൽ ലൈവ് വെച്ചിട്ട് സംസാരിക്കായിരുന്നു. ഇനിയിപ്പം അതിന് സമയമില്ല. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് തോന്നിയിട്ട് ഞാനൊരു പോഡ്കാസ്റ്റ് ആയിട്ട് വന്നതാണ്. ഞാൻ പോഡ്കാസ്റ്റ് രണ്ടാമത് ഇടണം എന്ന് ഉദ്ദേശിച്ചിരുന്നില്ല, എന്നുള്ളൊരു പോഡ്കാസ്റ്റ് ഇട്ടതാണ്. ലാസ്റ്റ് ഒരു ഞാൻ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്തതാണ്. ഞാൻ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി വീണ്ടും ഒരുപാട് ആൾക്കാർ ഈ ഒരു ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയുന്നത് കണ്ടപ്പോൾ ഐ തിങ്ക് യു നീഡ് സം, എന്തോ നിങ്ങൾക്ക് വേണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്. അപ്പം അൾട്ടിമേറ്റ്ലി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ലാസ്റ്റ് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി കോൺഫിഡൻറ്റ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. അതായത് നമ്മൾ പഠിച്ചത് കറക്റ്റാണ്. അതിന് പല ആൾക്കാരുടെയും പ്രശ്നം അതായത് നിങ്ങളെ വിശ്വസിക്കുന്നില്ല. നിങ്ങളെ വിശ്വസിക്കുക. 3 മണിക്കൂർ എക്സാം, നോ മേഴ്സി, അവിടെ ഒരു മേഴ്സിയും ഇല്ല. അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ ശ്രമിക്കണം. ഇഫ് യു ആർ ഗെറ്റിംഗ് ഒരു ഫേവറബിൾ പേപ്പറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്,
നല്ലൊരു പേപ്പർ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കരുത്, മാക്സിമം സ്കോർ ചെയ്യാനുള്ള പണിയെടുക്കണം. കാരണം വെച്ചാൽ അഗ്രിഗേറ്റിൻ്റെ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. അപ്പം സപ്പോസ് അക്കൗണ്ട്സ് പേപ്പർ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് തോന്നുകയാണ് അക്കൗണ്ട്സ് പേപ്പർ ഈസ് ഫൈൻ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കരുത്, യു ഷുഡ് സ്കോർ മാക്സിമം. എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്കോർ ചെയ്യുന്ന രീതിയിലായിരിക്കണം പെർഫോമൻസ് വരേണ്ടത്. ആൻഡ് അതേപോലെ തന്നെ നേരെ അപ്പുറം നോക്കുകയാണെങ്കിൽ ഇഫ് യു ആർ ഗെറ്റിംഗ് എ ടഫ് പേപ്പർ, നിങ്ങളുടെ മുന്നിൽ ഒരു ടഫ് പേപ്പർ നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് വെച്ചാൽ അപ്പോഴും നിങ്ങളത് ഹാൻഡിൽ ചെയ്യണം. യു ഷുഡ് ഗെറ്റ് 40+ കിട്ടിയിരിക്കണം. സോ അതിനുള്ള മാനേജ് ചെയ്യണം, അങ്ങനെ രീതിയിൽ മാനേജ് ചെയ്യണം. കിട്ടില്ല എന്ന് സ്വയം പറയാതിരിക്കുക. യു ഷുഡ് മാനേജ് ദാറ്റ്. നിങ്ങൾ അങ്ങനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ 100 മാർക്കിന് എങ്ങനെയെങ്കിലും വെച്ച് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഷുഡ് ഗെറ്റ് 40. ഡെഫിനറ്റ്ലി യു ഷുഡ് ഗെറ്റ് 40. നിങ്ങൾക്ക് 40 കിട്ടാതിരിക്കില്ല. എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഞാൻ കുറേ തവണ അങ്ങനെ പാസ്സായിട്ടുണ്ട്. മറ്റ് 2 പേപ്പറിൽ 60, 50 സംതിങ് കിട്ടിയിട്ടുണ്ടാവും. ഒരു പേപ്പറിൽ മാത്രം ചിലപ്പോൾ 40 ഉണ്ടാവും. ടഫായ പേപ്പർ ഞാൻ അങ്ങനെ ഹാൻഡിൽ ചെയ്ത്, ഞാൻ 100 മാർക്കിന് ഹാൻഡിൽ ചെയ്യാൻ നോക്കും. അപ്പോൾ അൾട്ടിമേറ്റ്ലി അതായത് കുറേ കാര്യങ്ങളുണ്ട്, ഗ്രേസ് മാർക്ക് ഉണ്ട് ശരിക്കും. അതായത് ഒരു പേപ്പർ സപ്പോസ് ടഫായി കഴിഞ്ഞാൽ യു ഷുഡ് ഗെറ്റ് മേ ബി 2 or 3 മാർക്ക് എക്സ്ട്രാ. സ്കോർ ചെയ്തതിനേക്കാളും 2 or 3 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ മൂന്ന് പേപ്പറിൽ 60, 50 സംതിങ് ഒക്കെ വെച്ച് നല്ല മാർക്ക് ഉണ്ട്. ആൻഡ് ആ ടഫായ പേപ്പറിൽ മാത്രം നിങ്ങൾക്കൊരു 36, 37 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 35+ ആണ് കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ അത് 40 ആക്കിയിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പ് പാസ്സാക്കി തരും. അതുകൊണ്ടാണ് പല ആൾക്കാരുടെ മാർക്ക് ലിസ്റ്റിൽ നിങ്ങൾ നോക്കിയത് കറക്റ്റ് 40 ഉണ്ടാവും. കറക്റ്റ് 40 എഴുതിയിട്ടാ അല്ല, കറക്റ്റ് 40 എഴുതിയിട്ടല്ല അത്, മനസ്സിലായി. അപ്പം ഒരു പേപ്പർ ടഫാണെങ്കിലും യു ഷുഡ് ഹാൻഡിൽ ദാറ്റ്. നിങ്ങളത് എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ നോക്കണം, 100 മാർക്കിന് അറ്റൻഡ് ചെയ്യാൻ നോക്കണം. ഇട്ടേച്ച് പോരരുത്. ഇട്ടേച്ച് പോന്നു കഴിഞ്ഞാൽ പോയി. അങ്ങനെയാണ് കുറേ ആൾക്കാരെ ഔട്ടാക്കുന്നത്. ജസ്റ്റ് ലൈക്ക് എ സ്ക്വിഡ് ഗെയിം ആണ് ആക്ച്വലി CMA എക്സാം. ഒരു പേപ്പറാണ് ടഫാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അപ്പം തന്നെ കുറേ ആൾക്കാർ ഡ്രോപ്പ് ചെയ്തു പോകും, അടുത്ത അറ്റംപ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അത് പിടിച്ച് നിൽക്കുന്നവനാണ് അവിടെ വിജയിക്കുക. ജസ്റ്റ് ലൈക്ക് എ സ്ക്വിഡ് ഗെയിം ആണ് CMA ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോയിന്റാണ്, 4 പേപ്പർ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യടാ. ഗ്രൂപ്പിലുള്ളത് മൊത്തം അറ്റൻഡ് ചെയ്യും. എന്തൊക്കെ വന്നോട്ടെ, ബാക്കി പിന്നെ നോക്കാം. ഓക്കെ, അതിലൊരു ഫേവറബിൾ പേപ്പർ ഉണ്ടോയെന്നും കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം സ്കോർ ചെയ്യുക. ടൈറ്റ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് 40+ എത്തിക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ ഒരു ടിപ്പ് ലാസ്റ്റായിട്ട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ MCQ. അതായത് 30 മാർക്കിന് MCQ ഉണ്ട്. അത് തന്നെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവാനുള്ള ചാൻസ് കൂടുതലായി. സോ MCQ ഒരിക്കലും തെറ്റിക്കാതിരിക്കുക. ഭയങ്കര വിജിലൻ്റ് ആയിട്ട് കെയർഫുൾ ആയിട്ട് MCQ അറ്റൻഡ് ചെയ്യുക. ഈ പറഞ്ഞ മറ്റേ മാർക്കിംഗ് പേപ്പേഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് OMR പേപ്പറാണ്, പക്ക കറക്റ്റ് മാർക്ക് ചെയ്യുക. MCQ തെറ്റിപ്പോകരുത്, ശ്രദ്ധിക്കുക. അത് കാര്യങ്ങളൊക്കെ നോക്കുക. ആൻഡ് ബി കോൺഫിഡൻറ്റ്. ഞാൻ CA-കാരനായി, സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും പറ്റും. CMA ക്വാളിഫൈഡ് ആവാൻ പറ്റും. കാരണം ഐ എം എ ബിലോ ആവറേജ് സ്റ്റുഡൻറ്റ്. അത്ര മെമ്മറി പവർ ഉള്ള ആളോ ഭയങ്കര ഇൻ്റലിജൻറ്റോ ഹൈ സ്കോർ വാങ്ങിയ ആളോ ഒന്നുമല്ല ഞാൻ. ഒരു ബക്ക ബേസിക് അത്യാവശ്യം അറ്റംപ്റ്റ് ഒക്കെ എടുത്തു വന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്കത് പറ്റുമെങ്കിൽ നിങ്ങൾക്കും അത് പറ്റും. അതുപോലെ തന്നെ ആൻഡ് ലാസ്റ്റ്ലി എപ്പോഴും പറയുന്ന പോലെ ടേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് ഈസി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മാക്സിമം ഉഷാറാക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഞാനിപ്പോൾ ഈ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾ ഒന്ന് ഉഷാറാകാൻ വേണ്ടിയിട്ടാണ്, എക്സാമിനെ സീരിയസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 3 മണിക്കൂർ എക്സാം ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അറ്റംപ്റ്റ് പാസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓക്കെ, എന്തെങ്കിലും ഹെൽപ്പ് വേണം, മെൻ്റലി ഒക്കെ ആകെ ഇതായി എടുക്കുകയാണെങ്കിൽ യു ക്യാൻ ടോക്ക് വിത്ത് മീ. എൻ്റെ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം, എന്നെ വിളിക്കാം, അല്ലെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്യാം. ഐ വിൽ ബി അവൈലബിൾ ഫോർ യു. ഓക്കെ, യു ക്യാൻ ആ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. Okay, so take care, take it easy, make it easy. Bye.